അദ്ദേഹത്തിന്റെ മനംമാറ്റം അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അളിയന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി, എന്താ നിങ്ങൾ വായിച്ചിരുന്നത് എന്ന് ചോദിച്ചു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയായിരുന്നവർ, ഉമറെ വായിച്ചിരുന്ന സംഗതി നിനക്ക് നൽകാം, പക്ഷേ നീ അല്പം വൃത്തിയായി കുളിച്ചു വൃത്തിയായി വന്നാൽ നന്നായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുളിച്ചു വൃത്തിയായി ശുദ്ധിയായി വന്നു. ശാന്തനായ ഉമറിന്റെ കയ്യിൽ അവരെ വിശുദ്ധ ഖുർആൻ നൽകി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ വായിച്ചു. ആദ്യമായിട്ട് അദ്ദേഹം വായിച്ചത് വിശുദ്ധ ഖുർആനിലെ നാം തുടക്കത്തിൽ ഓതിവെച്ച സൂറ ത്വാഹയിലെ ഏതാനും ചില വചനങ്ങളായിരുന്നു. അല്ലാഹു പറയാൻ, ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം നാമങ്ങളിൽ ഒന്നാണ് ത്വാഹാ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. പ്രവാചകരെ, നാം നിങ്ങൾക്ക് ഈ ഗ്രന്ഥം നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയല്ല ഇറക്കിയിട്ടുള്ളത്, നിങ്ങളെ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല, ക്ലേശിക്കാൻ വേണ്ടിയല്ല ഇറക്കിയിട്ടുള്ളത്. എല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഈ ഗ്രന്ഥം. തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് അല്ലാഹുവാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയല്ല, നിങ്ങളെ ക്ലേശിക്കാൻ വേണ്ടിയല്ല ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ പാരായണം ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനംമാറ്റത്തിന് കൂടുതൽ ശക്തിയുണ്ടായി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ സൂറത്ത് ത്വാഹയിലെ ആദ്യ വചനങ്ങൾ വല്ലാണ്ട് സ്വാധീനിച്ചു. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിൽ നിന്നാണോ ഖുറൈശികൾ പിന്തിരിഞ്ഞോടുന്നത്? എവിടെയാണ് മുഹമ്മദ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്ന് ഉമർ ചോദിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പുറത്തോട്ട് വന്നു. അദ്ദേഹത്തിന് ധൈര്യമായി, ഉമറിൽ മനംമാറ്റമുണ്ടാവുന്നു. അദ്ദേഹം പറയാൻ തുടങ്ങി, ഉമറേ, നിന്റെ കാര്യത്തിൽ പ്രവാചകന് വലിയ ഗുണകാംക്ഷയായിരുന്നു. നീ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ധൈര്യപൂർവ്വം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി അദ്ദേഹത്തിന് ബോധ്യമായ ഷഹാദത്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ഉമറിനെ കൊണ്ട് അല്ലാഹു ഇസ്ലാമിന് അന്തസ്സും പ്രതാപവും ശക്തിയും നൽകി എന്നുള്ളതാണ്.